തലക്കുമീതെ വെള്ളം വന്നാൽ അതുക്കും മീതെ തോണി വെക്കണം. അമ്മ പറഞ്ഞു. ചുറ്റും വെള്ളം പൊങ്ങുന്നു എന്ന് കണ്ടാൽ നീന്തൽ വശമില്ല എന്നറിയാവുന്ന നീ പേടിച്ച് പകച്ച് അലമുറയിടരുത്. ആ വെള്ളപ്പാച്ചിലിൽ അവിടെ പൊങ്ങിക്കിടക്കുന്ന മരകഷ്ണങ്ങളിൽ പിടിച്ചു കയറി വെള്ളത്തിലങ്ങ് പൊങ്ങിക്കിടക്കണം. എന്നിട്ട് ഓളത്തിനൊപ്പം ഒഴുകുന്ന ശിഖരങ്ങളിൽ കാട്ടുവള്ളികൾ ചേർത്ത് വെച്ച് കെട്ടി ഒരു ചങ്ങാടമുണ്ടാക്കണം. കര പറ്റി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷമായിരിക്കണം തുഴഞ്ഞു നീങ്ങുമ്പോൾ നിന്റെ മനസ്സിൽ. തീരം എത്തിക്കഴിയുമ്പോൾ മറ്റാർക്കെങ്കിലും ഉപകരിക്കാനായി ആ ചങ്ങാടം വെള്ളത്തിലേക്ക് തള്ളിവിടണം. മുങ്ങിപ്പോകുമായിരുന്ന ആരെങ്കിലുമൊക്കെ ആ ചങ്ങാടം കയറി തീരത്തെത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സ്വാർത്ഥതയില്ലാത്ത ഒരു ആനന്ദമുണ്ട്. അതായിരിക്കണം നിന്നെ എന്നും നയിക്കേണ്ടത്. ബാബു എബ്രഹാമിന്റെ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകമാണ് ഞാൻ ഈയിടെ വായിച്ചതിൽ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു പുസ്തകം എന്ന് തന്നെ പറയാം. വായിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ കണ്ടുമറന്ന ആകാശദൂതി എന്ന സിനിമയുടെ ആ അവസാന രംഗങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. ഒരു തുള്ളി കണ്ണീരോടെയല്ലാതെ ആകാശദൂതി എന്ന സിനിമ നമ്മൾ കണ്ടു തീർത്തിട്ടില്ല. അത്തരം ഒരു അനുഭവമാണ് കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന ഈ പുസ്തകം നമുക്ക് നൽകിയിട്ടുള്ളത്. ഹൃദയം കൊണ്ട് എഴുതിയ, ഹൃദയത്തിന്റെ വക്കുകളിലെ ചോരകൾ പറ്റിപ്പിടിച്ച ഒരു പുസ്തകമാണ് കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന ഈ നോവൽ. ബാബു എന്ന കൊച്ചു പയ്യന്റെ കണ്ണിലൂടെ കാണുന്ന കാഴ്ചകളാണ് ഈ പുസ്തകത്തിലെ ഉടനീളം കാണുന്നത്. ഒരു കുഞ്ഞ് തന്റെ ജനനം മുതൽ, തന്റെ ഓർമ്മ വെച്ച കാലം മുതൽ താൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന അത്രയും കാലത്തെ അനുഭവങ്ങളുടെ ഒരു നീണ്ട കടൽ തിര പോലെ ആർത്തലച്ച് പെയ്യുന്ന അനുഭവമാണ് ഈ പുസ്തകം അത്രയും ഉൾക്കൊള്ളുന്നത്. തന്റെ അമ്മയാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്നും തന്റെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങൾക്കും മുഖ്യ ധാരയിൽ തന്നെ നയിക്കാൻ പ്രാപ്തിയാക്കിയത് ആ അമ്മയാണെന്നും ബാബു എബ്രഹാം പറഞ്ഞു വെക്കുന്നു. തന്റെ കുട്ടിക്കാലത്ത് അച്ഛൻ കള്ളു കുടിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ തൊടിയിലെ ചാക്കും കീറത്തുണിയും വെച്ച് മറച്ച പുരയായിരുന്നു നേരം പുലരുവോളം തല ചായ്ക്കാനുള്ള ഒരിടം. വെളുപ്പാങ്കാലം വരെ ഉറങ്ങാനുള്ള ഇത്തരം ഒളി സങ്കേതങ്ങൾ ഇരുട്ടുകുത്തിയ നമ്മുടെ ചില കുടുംബങ്ങളിലെങ്കിലും ഇന്നും കാണുന്ന ഒരു കാഴ്ചയാണ്. വിശപ്പിന്റെ അതിരാഹിത്യം കൊണ്ട് അവർ കുഞ്ഞുങ്ങൾ കളിക്കുമ്പോൾ സഹോദരി ചുട്ടുവെക്കുന്ന മണ്ണപ്പം എടുത്തു തിന്നാൻ തനിക്ക് തോന്നിയെന്ന് ബാബു എബ്രഹാം കഥയിൽ ഒരിടത്ത് പറയുന്നുണ്ട്. ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒളിച്ചോടിപ്പോയ തന്റെ അച്ഛൻ പടിയിറങ്ങിപ്പോയതിൽ പിന്നെ തങ്ങളുടെ മുറ്റത്തെ ഗന്ധരാജൻ പൂക്കാതെയും തളിർക്കാതെയുമായി അച്ഛന്റെ ഒളിച്ചോട്ടത്തിൽ മനം നൊന്ത അമ്മ ഇനി എങ്ങനെ ജീവിക്കുമെന്ന ആ വൈഷമ്യ ഘട്ടത്തിൽ രാത്രി മക്കളെയും എടുത്ത് പടിയിറങ്ങുമ്പോൾ നമുക്ക് മരിക്കാമെന്ന് പറയുമ്പോൾ മരണത്തെക്കുറിച്ച് ബാബുവിനുള്ള ഓർമ്മ ഏറെ രാത്രി വൈകിയുള്ള ഒരു യാത്ര പോലെയാണ് മരണമെന്ന് പറഞ്ഞു വെക്കുന്നു. അമ്മയുടെ ഉറച്ച വിശ്വാസവും നിശ്ചയദാർഢ്യത്തിലുമുള്ള ഉറച്ച വാക്കുകളാണ് തങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആദ്യത്തെ ദിവസമെന്ന് ആ കൊച്ചുബാലൻ പറയുന്നുണ്ട്. ജീവിതത്തിന്റെ വിഷമം പിടിച്ച ആ കാലഘട്ടത്തിൽ അനാഥാലയത്തിൽ മക്കളെ ആക്കി പടിയിറങ്ങിയപ്പോഴാണ് പിന്നിലെ ബാല്യവും കുട്ടിത്തവും മരിച്ചു പോയതെന്ന് കഥാകാരൻ പറയുന്നുണ്ട്. തികച്ചും പ്രതികൂലമായ സാഹചര്യത്തിലൂടെ കടന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ ജീവിതത്തെ വിജയ ശ്രീലാളിതനാവുന്നത് നിശ്ചയദാർഢ്യത്തിലൂടെ, അമ്മയുടെ വാക്കനുസരിച്ച് ജീവിത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിച്ചതിലൂടെയുമാണ്. എൻ്റെ ഓരോ നേട്ടവും നന്ദി പറയുവാനുള്ള ഓരോ അവസരമാണ്. അങ്ങനെയാകുമ്പോൾ അനേകം അവസരങ്ങൾ നന്ദി പറയാൻ മാത്രമായി എനിക്ക് ലഭിക്കും. കമ്പിളിക്കണ്ടത്തെ വക്കുപൊട്ടിയ കൽഭരണിയിൽ ആരൊക്കെയോ കോരി നിറച്ച വെള്ളം പഴക്കമുള്ള മുന്തിയ ഇനം വീഞ്ഞായി മാറിയിരിക്കുന്നു. എൻ്റെ ഈ ജീവിതം എന്നും എപ്പോഴും ഒരു കൃതജ്ഞതാ ബലിയാണ്. ആമേൻ.